കോൺഗ്രസ് നേതാവ് ഡോക്ടർ ജിൻഡോ ജോൺ നമ്മളോടൊപ്പം തത്സമയം അതിഥിയായി ചേർന്നു. ഡോക്ടർ ജിൻഡോ ജോൺ, പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം കാണുകയുണ്ടായി. അങ്ങ് അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമായതിനു ശേഷമാണ് ഞങ്ങളോടൊപ്പം അതിഥിയായി ഇരിക്കുകയും ചെയ്യുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെതിരെ നടപടി എപ്പോഴുണ്ടാകും? മാധു, ഇതിൽ നടപടി പാർട്ടി അതിൽ അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. അന്വേഷണ നടപടി അടിയന്തരമായിട്ട് സ്വീകരിക്കാനുള്ള എല്ലാ സാഹചര്യവുമാണ് നിലവിലുള്ളത്. അപ്പോൾ നടപടി വൈകാതെ ഉണ്ടാവും. അങ്ങനെ ഒരു തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ട്, അത് ഒഫീഷ്യലാണ് അല്ലെ? പക്ഷെ അങ്ങനെ ഒരു നടപടി, അതായത് ആരായാലും മുഖം നോക്കാതെ നടപടി ഉണ്ടാകും എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ആരായാലും എന്ന പരിചയം ഇപ്പോഴുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേര് പ്രതിപക്ഷ നേതാവിന് പോലും പറയാൻ പറ്റില്ല. അല്ല, അത് പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ലല്ലോ. ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ഒഫീഷ്യലി ഒരു പരാതി എന്നുള്ള രീതിയിൽ വരാത്തത് കൊണ്ട് അങ്ങനെ ഒരു സാഹചര്യമുള്ളത്. അങ്ങനെ ഒരു പരാതി രേഖപ്പെടുത്തപ്പെടുമ്പോൾ ഉറപ്പായിട്ടും നമ്മളത് അങ്ങനെ തന്നെ പോകും. ഇതിൽ പരിചയയുടെ ഒന്നും ഒരു കാര്യമില്ല. ചോദിക്കുന്ന മാധവനും പറയുന്ന എനിക്കും നമ്മളെ കേൾക്കുന്നവർക്കും അറിയാമല്ലോ കാര്യങ്ങൾ. അപ്പോൾ പരിചയയുടെ ഒരു പ്രശ്നമൊന്നുമില്ല. പാർട്ടി മറ്റു മുമ്പില്ലാത്ത വിധം ശക്തമായതുകൊണ്ട് ഒരു ലക്ഷണം കൂടിയാണ് ഇതിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നേതാക്കന്മാർ പ്രതികരിക്കുന്നതും നടപടി ഉണ്ടാകുമെന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ പറയുന്നതും. കോൺഗ്രസ് മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് സാധൂകരിക്കേണ്ടത് ഞങ്ങളുടെ കൂടി ഉത്തരവാദിത്വമാണ്. നാളെ ഞങ്ങൾക്ക് ശേഷം വരുന്ന തലമുറയ്ക്കും ഈ പാർട്ടിയിൽ ആത്മാഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടെ വന്ന് പ്രവർത്തിക്കാൻ പറ്റണം. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പാർട്ടിയല്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയോ വി ഡി സതീശൻ്റെയോ ജിൻഡോ ജോണിൻ്റെയോ മറ്റാരുടെയെങ്കിലും വ്യക്തിപരമായ ഒരു സ്വത്തല്ല. ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് പേര് പോലും അറിയാത്ത മനുഷ്യരുടെ ആകെ അധ്വാനത്തിൻ്റെ തുകയാണ്. അപ്പോൾ പ്രസ്ഥാനമാണ് വലുത്. ഒരു വ്യക്തിക്ക് മുമ്പിൽ പ്രസ്ഥാനം ഇല്ലാതാക്കപ്പെടാൻ പാടില്ല. ഏതെങ്കിലും വ്യക്തികൾക്ക് അവരുടെ സ്വകാര്യതയിൽ സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾക്ക് പാർട്ടി ഒന്നാകെ അതിൻ്റെ മുഖമെടുത്ത് ചുമക്കേണ്ടതുമില്ല. അതുകൊണ്ട് നടപടികൾ ഉണ്ടാകണം. ഡോക്ടർ ജിൻഡോ ജോൺ, കോൺഗ്രസിന്റെ യുവനിരയെ നയിക്കാൻ പ്രാപ്തിയുള്ള ഏറ്റവും ആർജവമുള്ള നേതാവെന്ന് കോൺഗ്രസ് മനസ്സിലാക്കി യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ സംഘടനാ നടപടികളും അതും ചോദ്യം ചെയ്യപ്പെട്ടതാണ് ഇടക്കാലത്ത്. ഓർമ്മയുണ്ടല്ലോ, അങ്ങനെയാണ് അദ്ദേഹത്തിന് പലതരത്തിലുള്ള രാഷ്ട്രീയ വിളിപ്പേരുകൾ പോലും ഉണ്ടാകുന്നത്. അതെല്ലാം പൂർത്തിയാക്കി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദം ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ പാർട്ടി എത്രത്തോളം വിശ്വാസ്യത കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം വിശ്വസിച്ച ഒരാളാണ് എന്നത്. ഏറ്റവും അവസാനം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കയ്യും മെയ്യും മറന്ന് അധ്വാനിച്ച് രാത്രി മുഴുവൻ നിന്ന് പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് നീലപ്പെട്ടി വിവാദമുണ്ടായപ്പോൾ പരിചയ പിടിച്ച് പ്രതിരോധിച്ച് പണിയെടുത്ത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോയ മുഴുവൻ കോൺഗ്രസ്സുകാരും അല്ലെ, ആ മുഴുവൻ കോൺഗ്രസ്സുകാരെയും കുറിച്ച് ഇപ്പോൾ ജിൻഡോ വളരെ ആത്മാർത്ഥമായി പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിനേക്കാൾ ഞാനും കേരളത്തിലെ മാധ്യമപ്രവർത്തകരും കേട്ടിട്ടുണ്ട് ജിൻഡോ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള വാക്കുകൾ. തീർച്ചയായിട്ടും ഇപ്പോൾ മാധുവിൻ്റെ ഈ ചോദ്യത്തിലൊരു സംശയം പോലും എന്നെപ്പോലുള്ളവർ നേരിടുന്ന ഏറ്റവും വലിയ ദുര്യോഗമാണ്. ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ആത്മാർത്ഥതയോടെ ആത്മവിശ്വാസത്തോടെ ഒരു അഭിപ്രായം പറയുമ്പോൾ മുൻപ് ഇത്തരത്തിൽ അഭിപ്രായം പറഞ്ഞ ആളുകൾ പിന്നീട് എങ്ങനെയാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ നിൽക്കപ്പെടുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ ചോദ്യം ചെയ്യലിന് വിധേയമാക്കപ്പെടുന്നത്. ഇനി അങ്ങനെ ഉണ്ടായിക്കൂടാ. ഇന്ന് അദ്ദേഹത്തിനെതിരെ ഈ ആരോപണം ഉയർന്നതുകൊണ്ട് അന്ന് അദ്ദേഹത്തിനെതിരെ ഉയർത്തിയ മുഴുവൻ ആരോപണങ്ങളും സാധൂകരിക്കപ്പെടുന്നുമില്ല. അത് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ നീലപ്പെട്ടിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോ അതിലൊക്കെ പാർട്ടിക്ക് കൃത്യമായ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ അത് ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ അന്ന് അദ്ദേഹത്തിനെതിരെ നിരന്തരം മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ ഉയർത്തിവിട്ട ആരോപണങ്ങളൊക്കെ ശരിയാണെന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. അത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം. എന്ന് വെച്ചിട്ട് ഈ വിഷയത്തിൽ ഓരോ വിഷയത്തെയും അതിൻ്റെ മെറിറ്റോറിയസ് ആയിട്ട് കണ്ട് നടപടി സ്വീകരിക്കപ്പെടണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പിന്നെ പാർട്ടി നേതാക്കന്മാരല്ല അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഏൽപ്പിച്ചു കൊടുത്തത്. പാർട്ടിയിലെ പ്രവർത്തകർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ട് തന്നെയാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാകുകയും ചെയ്യും, നാളെയും ഉണ്ടാകണം. കാരണം ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ്. അതിനപ്പുറത്ത് ആരെങ്കിലും അവരുടെ മാത്രം വ്യക്തിപരമായ താല്പര്യത്തിൽ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടതല്ല. ഈ സ്ഥാനത്ത് വരുന്ന ആരായാലും നാളെ ഇത്തരം ആരോപണങ്ങൾ നേരിടുമ്പോൾ മാറി നിന്ന് അന്വേഷണത്തെ നേരിട്ട് അവരുടെ ഭാഗം ക്ലിയർ ചെയ്തിട്ട് വരുന്നതായിരിക്കും കുറെ കൂടി മെച്ചപ്പെട്ട രാഷ്ട്രീയം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.